According to the leaks, January 22nd, 2025 വെള്ളത്തിനടിയിൽ 1.5 മീറ്റർ ആഴത്തിൽ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊസറായിരുന്നു ഒരു മേജർ അപ്ഗ്രേഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് S25 അൾട്രയുടെ പ്രൈസ് നോക്കുന്നത് ഇതുവരെ വന്നതൊന്നുമല്ല ഫ്ലാഗ്ഷിപ്പ് മൊബൈൽസ്, ഇനി വരാൻ പോകുന്നതാണ് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ് സാംസങ് ഗാലക്സി S25 സീരീസ്. സാംസങ് ഗാലക്സി S25 സീരീസിൻ്റെ കുറച്ച് ലീക്ഡ് ആയിട്ടുള്ള വീഡിയോസും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ S24 Ultra അല്ലെങ്കിൽ S24 സീരീസിൽ നിന്നും S25ലേക്ക് വരുമ്പോൾ എന്തൊക്കെ മേജർ അപ്ഗ്രേഡ്സ് ആണ് വന്നിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സ് കൊണ്ട് പറയാൻ പോകുന്നത്. ഒരു മൊബൈൽ വാങ്ങിക്കുന്നതിന് മുമ്പ് ഓരോ പേജിലും കയറി അതിൻ്റെ റിവ്യൂസ് ആൻഡ് സ്പെക്സ് എല്ലാം ഇങ്ങനെ തഞ്ച് നോക്കുന്നതിന് വരെ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോസ് കണ്ടാൽ മതി. എല്ലാ ഫോൺസിൻ്റെയും സ്പെക്സ് ആൻഡ് റിവ്യൂസ് ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സ് കൊണ്ട് പറയുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഡിസൈൻ, S24 സീരീസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് തന്നെയായിരുന്നു ഒരു മേജർ പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നത്. കയ്യിൽ പിടിക്കാൻ കംഫർട്ടബിൾ അല്ല, ഷാർപ്പ് എഡ്ജസ് എന്നിങ്ങനെ കുറേ പ്രോബ്ലംസ്. എന്നാൽ S25 സീരീസ് വരുന്നത് റൗണ്ടഡ് കോർണേഴ്സ് ആണ്, ഫ്ലാറ്റ് ഫ്രെയിംഡ് ആണ്, നാരോ ആണ്, അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഈ S25 സീരീസ് വരുന്നത്. അക്കോർഡിംഗ് ടു ദ ലീക്സ്, January 22nd, 2025 ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി S25 സ്ലിം എന്നൊരു ഫോണും സാംസങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് 2025 തന്നെ റിലീസ് ആവുന്നതുമായിരിക്കും. ഇതിന്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പോയ സീരീസിൽ നിന്നും ഈ ഒരു സീരീസ് മീൻസ് S24 സീരീസിൽ നിന്നും S25ലേക്ക് വരുമ്പോൾ ഒരു 5,000 to 7,000 rupees ഹൈക്ക് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. സോ സാംസങ് ഗാലക്സി S25 സീരീസിൽ 3 വേരിയൻസ് ആണ് വരുന്നത്: S25, S25 പ്ലസ് ആൻഡ് S25 Ultra. സോ സാംസങ് ഗാലക്സി S25യുടെ എക്സ്പെക്റ്റഡ് പ്രൈസ് പറയുകയാണെങ്കിൽ 84,499 rupees ആണ്. S25 പ്ലസിന്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1,04,999 rupees ആണ്. ആൻഡ് S25 Ultrയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,34,999 rupees ആണ്. കമ്മിങ് ടു ദ ഡിസ്പ്ലേ, S25യുടെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുമ്പോൾ 6.1 ഇഞ്ച് ആയിരിക്കും. S25 പ്ലസിന്റെ 6.7 ഇഞ്ചും അൾട്രയുടെ 6.9 ഇഞ്ചും ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേസ് എല്ലാം HDR10+ സപ്പോർട്ടോടുകൂടി 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയാണ് വരിക. ആൻഡ് കമ്മിങ് ടു ദ പ്രൊസസ്സർ, ഫ്ലാഗ്ഷിപ്പ് മൊബൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊസസ്സറായിരിക്കും സ്നാപ്ഡ്രാഗൺ 8 ഓഫ്കോഴ്സ് ആ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 8 തന്നെയാണ് S25 സീരീസിലും വരുന്നത്. സ്റ്റോറേജ് ആൻഡ് റാമിലേക്ക് വരികയാണെങ്കിൽ S25 Ultra വരുന്നത് UFS 4.1 സ്റ്റോറേജോട് കൂടിയായിരിക്കും. അതുപോലെ തന്നെ S25 ആൻഡ് S25 പ്ലസ് വരുന്നത് UFS 4.0 സ്റ്റോറേജിലായിരിക്കും. S24 സീരീസ് പോലെ തന്നെ അൾട്രാ മോഡൽ വരുന്നത് 16 GB റാമോട് കൂടിയായിരിക്കും, വൈൽ S25 ആൻഡ് S25 പ്ലസ് വരുന്നത് 12 GB റാമോട് കൂടിയായിരിക്കും. ദെൻ കംസ് ക്യാമറ. ഈ ഒരു പാർട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. S25 ആൻഡ് S25 പ്ലസിനും S24 പ്ലസ് ആൻഡ് S24നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല, സിമിലർ ആയിട്ടുള്ള ക്യാമറ തന്നെയായിരിക്കും വരിക. എന്നാൽ S25 അൾട്രയിലേക്ക് വരുമ്പോഴാണ് ഒരു മേജർ അപ്ഗ്രേഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ക്യാമറ പറയുകയാണെങ്കിൽ 200 MP മെയിൻ ക്യാമറ, 10 MP ടെലിഫോട്ടോ ക്യാമറ വിത്ത് 3x zoom and 50 MP telephoto camera with 5x zoom and 50 MP അൾട്രാ വൈഡ് ക്യാമറ. ആൻഡ് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ 3 വേരിയൻസിലും 12 MP ആയിരിക്കും വരിക. ആൻഡ് സോഫ്റ്റ്വെയറിലേക്ക് വരികയാണെങ്കിൽ Android 15 ബേസ്ഡ് 1 UI 7 അപ്ഡേറ്റോട് കൂടിയായിരിക്കും ഈ ഒരു മൊബൈൽ വരിക. സോ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കിട്ടാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഗാലക്സി AI കിട്ടും, ന്യൂ ഡിസൈനിലുള്ള ആപ്പ് ഐക്കൺസ്, അനിമേഷൻസ് ഇതെല്ലാം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സീംലെസ് അപ്ഡേറ്റ്സും ഈ ഒരു മൊബൈൽ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ എന്ത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. കമ്മിങ് ടു ദ ബാറ്ററി, S25 4000 mAh ബാറ്ററിയോടുകൂടിയും S25 പ്ലസ് 4900 mAh ബാറ്ററിയോടുകൂടിയും ആൻഡ് അൾട്ര 5000 mAh ബാറ്ററിയോടുകൂടിയാണ് വരാൻ പോകുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ചാർജിങ്, S25 വരുന്നത് 25 വാട്ട് വയർഡ് ചാർജിങ് ആൻഡ് 15 വാട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയായിരിക്കും. എന്നാൽ S25 പ്ലസ് ആൻഡ് S25 Ultra വരുന്നത് 45 വാട്ട്സ് വയർഡ് ചാർജിങ് ആൻഡ് 15 വാട്ട്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ S24ന്റെ ഷാർപ്പ് കോർണേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് ഒരു റൗണ്ടഡ് കോർണേഴ്സ് ആയിരിക്കും ഇതിൽ വരിക.
ലൈക്ക് S20 ആ ഒരു മോഡലിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ തന്നെ അവർ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ക്യാമറ റിങ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് തോന്നിയത് ആ ഒരു ബ്ലാക്ക് ക്യാമറ റിങ്സ് ആ ഒരു ഫോണിന് ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുമെന്നാണ്. ഇത് IP68 റേറ്റിംഗോട് കൂടിയാണ് വരുന്നത്. സോ ഡസ്റ്റ് ആൻഡ് വാട്ടറിൽ നിന്ന് നിങ്ങളുടെ ഫോണിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. വെള്ളത്തിനടിയിൽ 1.5 മീറ്റർ ആഴത്തിൽ 30 മിനിറ്റ്സിന് ഇതിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആൻഡ് കമ്മിങ് ടു ദ കളേഴ്സ് അവൈലബിൾ, S25 ആൻഡ് S25 പ്ലസിന് ഒരു കളർ ഗ്രൂപ്പും S25 അൾട്രയ്ക്ക് ആസ് യൂഷ്വൽ വേറെ കളർ ഗ്രൂപ്പുമാണ്. സോ S25 ആൻഡ് S25 പ്ലസിൽ വരുന്ന കളേഴ്സ് സ്പാർക്ലിംഗ് ബ്ലൂ, സ്പാർക്ലിംഗ് ഗ്രീൻ, കോറൽ റെഡ്, പിങ്ക് ഗോൾഡ്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. S25 അൾട്രയിൽ വരുന്ന കളേഴ്സ് ടൈറ്റാനിയം പിങ്ക്, സിൽവർ ടൈറ്റാനിയം, ടൈറ്റാനിയം ബ്ലൂ ആൻഡ് ബ്ലാക്ക്, ടൈറ്റാനിയം ജെയ്ഡ് ഗ്രീൻ. സോ S25 സീരീസിലുള്ള ഈ മൊബൈൽസ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് വേർത്താണോ, ഇത് S24 സീരീസിനെ ബീറ്റ് ചെയ്യുമോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള മൊബൈൽ റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലറായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.